തനിക്ക് സംഭവിക്കാമായിരുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ച് പറയുകയായിരുന്നു ഷാഫി പറമ്പിൽ. ഒരുപക്ഷെ ഈ MP കുപ്പായമെല്ലാം അഴിച്ചുവെച്ച് എണ്ണിക്കിടക്കേണ്ടിയിരുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഷാഫി ജിദ്ദയിൽ വാർത്താ സമ്മേളന വേദിയിൽ സംസാരിച്ചത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജീവിതം നൂൽപാലത്തിലൂടെ കടന്നു പോകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഒളിഞ്ഞിരിക്കുന്ന ചതി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം സ്വഹ. പാതിവില തട്ടിപ്പിൽ താനും പെട്ടുപോയേനെ എന്നാണ് ഷാഫി തുറന്നു പറഞ്ഞിരിക്കുന്നത്. തന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നാണ് ഷാഫിയുടെ വാക്കുകൾ. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതികൾ വാഗ്ദാനങ്ങളുമായി തന്റെ മുന്നിലും വന്നിരുന്നു എന്നാണ് ഷാഫി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗ്യം അതൊന്നുകൊണ്ട് മാത്രമാണ് വിവാദമായ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ടത്. ജനപ്രതിനിധി എന്ന നിലയിൽ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്ന ധാരണയിൽ പലപ്പോഴും MLA-മാരും MP-മാരും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. വിശ്വാസത്തിന്റെ പേരിൽ നല്ലത് പ്രതീക്ഷിച്ച് ഇടപെടുന്ന പല കാര്യങ്ങളും പലപ്പോഴും ദോഷം ചെയ്യാറുമുണ്ട് എന്നും ഷാഫി പറയുകയാണ്. പാതിവില തട്ടിപ്പിൽ സംഭവിച്ചതും ഇതൊക്കെ തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് ഒരു ജനപ്രതിനിധിയും ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ഷാഫി പറഞ്ഞത്. പാതിവില തട്ടിപ്പിൽ മൊത്തം 159 കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പാതിവിലയിൽ സ്കൂട്ടർ ഉൾപ്പെടെ നൽകാമെന്ന് പറഞ്ഞ് സാധാരണക്കാരിൽ നിന്നും പിരിച്ചെടുത്ത പണം കള്ളപ്പണമായി പലർക്കും കൈമാറിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണവുമായി ED മുന്നോട്ടു പോകുന്നത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 12 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. കേസിലെ ഒന്നാം പ്രതി അനന്തകൃഷ്ണൻ, സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN അനന്തകുമാർ എന്നിവരുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വസതിയിലുമാണ് പരിശോധന നടത്തിയത്. രാഷ്ട്രീയ ഭേദമില്ലാതെ വിവിധ നേതാക്കൾക്ക് അനന്തകൃഷ്ണൻ പണം നൽകിയെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇടുക്കിയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് 1.5 കോടിയോളം രൂപ ഇയാൾ നൽകിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇടുക്കിയിലെ ഒരു യുവ നേതാവിന് മാത്രം 40 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് എന്നാണ് അനന്തുവിന്റെ മൊഴി. LDF-ന്റെ ജില്ലാ നേതാവിന് 25 ലക്ഷം രൂപയും നൽകി. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് അനന്തകൃഷ്ണൻ 46 ലക്ഷം രൂപ കൈമാറിയെന്നും പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് വ്യാപകമായി നടന്ന വൻ തട്ടിപ്പിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇത്രയും വലിയ തുകയാണ് കോൺഗ്രസ് നേതാവിന് നൽകിയതെന്ന് വ്യക്തമായത്. ജിദ്ദയിൽ എത്തിയ അദ്ദേഹം പ്രവാസികളുടെ കഷ്ടപ്പാടുകളെ കുറിച്ചും സംസാരിച്ചിരുന്നു. നാട്ടിൽ ഭൂമി വിൽക്കുന്ന പ്രവാസികൾ സർക്കാരിലേക്ക് കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് ഷാഫി പറയുന്നത്. ഹ്രസ്വ സന്ദർശനത്തിനായി സൗദി അറേബ്യയിലെത്തിയ ഷാഫി ജിദ്ദയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. ടാക്സ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്സ് ആനുകൂല്യങ്ങൾക്ക് അർഹരായവരെ സൂചിപ്പിക്കുമ്പോൾ പൗരൻ എന്നതിന് പകരം സ്ഥിര താമസക്കാർ എന്ന് ഉപയോഗിക്കുന്നതിലൂടെ പ്രവാസികൾക്ക് ആനുകൂല്യം കിട്ടാതെ പോകും. ഇതിനെക്കുറിച്ച് കാര്യമായ അന്വേഷണം നടത്തുമെന്നും ഉറപ്പ് നൽകുന്നുണ്ട് ഷാഫി. ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം മക്കയിൽ പോയിരുന്നു. അവിടുത്തെ അനേകം ആളുകൾ കണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ മലയാളി നഴ്സിംഗ് സമൂഹം തന്നെ അവിടുത്തെ 9 ഹോസ്പിറ്റലുകളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് കമ്മ്യൂണിറ്റി അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പരാതി, പല സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളും അവരുടെ കൂടെയുണ്ട്. ആ കമ്മ്യൂണിറ്റി തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പരാതി, ഏതാണ്ട് അവരുടെ പെർവ്യൂവിൽ തന്നെ 500-ലധികം കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ജിദ്ദയിലേക്ക് വരേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ പറ്റിയാണ് പറയുന്നത്. ചില ബസ്സൊക്കെ രാവിലെ 4:45 തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് 4:45 എടുക്കുകയും വൈകുന്നേരം 4 മണിക്ക് കുട്ടികൾ തിരിച്ചെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ 12 മണിക്കൂറോളം യാത്രയും ഈ വിദ്യാഭ്യാസ പ്രക്രിയയായിട്ട് അവിടെ നിന്ന് കുട്ടികൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ചെറിയൊരു അത്യാവശ്യം വരുമ്പോഴത്തേക്കും ജോലി ഉൾപ്പെടെ ഉപേക്ഷിച്ച് പാരൻസിന് ഇവിടെ വരേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇതിൻ്റെ ഒരു ഫിസിക്കൽ ടോള്, ഇതിൻ്റെ ഒരു മെൻ്റൽ പ്രഷർ, കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെയും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഇത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ നിവേദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവർ ഈ ഹോസ്പിറ്റലുകളിൽ നിന്ന് മാത്രം ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ എടുത്ത കണക്കുമായിട്ട് CGA ഗൗരവത്തിൽ ആ വിഷയങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഇനിയിപ്പം ഹറമിൻ്റെ ബോർഡറിൻ്റെ തൊട്ടപ്പുറത്താണെങ്കിൽ പോലും ഇപ്പുറത്തും അപ്പുറത്തും കുട്ടികൾക്ക് വരാൻ കഴിയാവുന്ന തരത്തിൽ എംബസിയുടെ കൂടെ മേൽനോട്ടത്തിൽ ഒരു കമ്മ്യൂണിറ്റി സ്കൂൾ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ആ പ്രദേശത്ത് വേണമെന്നുള്ള അവരുടെ ആവശ്യം ന്യായമാണ് എന്നുള്ളത് CGA അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ അവരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് നടത്താൻ അവർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൽഫ് സസ്റ്റൈനബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഇനീഷ്യൽ റിസോഴ്സസിൻ്റെ കാര്യത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റിക്ക് എത്രത്തോളം റിസോഴ്സസിനെ മുന്നോട്ട് നയിക്കാൻ പറ്റും
എങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും അവിടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യും. ഇവിടുത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ്, OICC, KMCC ഉൾപ്പെടെയുള്ള ഓർഗനൈസേഷൻസ്, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ, ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റി, ഇവിടുത്തെ പല തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാവരുമായി ചേർന്ന് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രപ്പോസലായിട്ട് അത് എംബസിയുടെ മുമ്പിൽ വെച്ചാൽ അത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുമ്പിലും ഇവിടെയും അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഷർ ചെലുത്താൻ തയ്യാറാണ് എന്നുള്ള ഒരു പോസിറ്റീവ് സ്റ്റാൻഡാണ് CG യുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൻ്റെ ഫോളോ അപ്പുകൾ നടത്തും.